ഒരുപാട് വെറൈറ്റി പുട്ടുകളുണ്ട് അല്ലേ? ഇതും ഒരു വെറൈറ്റി പുട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ റാഗി പുട്ടാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു പുട്ടാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. കറി പോലും വേണ്ട ഈ ഒരു പുട്ടിന്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയിട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കടല വേവിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മാത്രം മസാലപ്പൊടികളിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തെടുത്താൽ നല്ല മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ച് വെക്കാം. ഞാനിവിടെ നിറബറയുടെ റാഗി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ടെക്സ്റ്റാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പുട്ടുപൊടിക്ക്. കാരണം ഇത് വിറകടുപ്പിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ഉണ്ട് ഈ പുട്ടിന്. അപ്പോൾ ഇതാ നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ച് വെക്കാം. കുറച്ച് റാഗി പുട്ടുപൊടിയിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ നനച്ചെടുക്കണം. ഉരുട്ടിയെടുത്താൽ ഉരുണ്ട് വരണം കേട്ടോ. എന്നിട്ട് പൊടിച്ചു വിട്ടാൽ പൊടിഞ്ഞും പോകണം. അതാണ് പുട്ടുണ്ടാക്കുന്ന ഒരു കണക്ക്. ഇനി പുട്ടുകുടത്തിലേക്ക് തേങ്ങ തിരുമ്മിതിട്ട് കൊടുക്കുക. അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ മസാല ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട കലർത്തി ഇതുപോലെ എടുത്തിട്ട് ലാസ്റ്റും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണേ. നേരെ പുട്ടുകുടത്തിലേക്ക് വെക്കുക, ആവി കയറ്റി എടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പുട്ടാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കണ്ടോ. നന്നായിട്ട് ആവിയൊക്കെ കയറി വരുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഇതുപോലെ അങ്ങ് കുത്തിയിടുക, കഴിക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ട്. അപ്പോൾ നിങ്ങൾ നിറബറയുടെ പുട്ടുപൊടി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ മസാല മാറ്റി മാറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നാണ് ഈ വെജിറ്റബിൾ മസാല ഉണ്ടാക്കുന്നത്. അത് കുട്ടികൾക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ നമുക്ക് കറിയുടെ ആവശ്യവും വരുന്നില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേ.